അടിപൊളിയായിട്ടുണ്ട്. ഫുൾ ഗൂസ് ഫ്രം സീനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പടം. താങ്ക് യു. നിങ്ങളുടെ ഏജിലുള്ള പിള്ളേർക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പടമാണ്. ഉറപ്പായിട്ട് എല്ലാ ഏജിലുള്ളവരും കണ്ടിരിക്കാൻ പറ്റും. നല്ലൊരു ത്രില്ലർ പടം. താങ്ക് യു. 2.0 എന്ന് തന്നെ പറയാൻ പറ്റും. നന്നായിട്ടുണ്ടായിരുന്നു. അതായത് സാധാ കണ്ടുവരുന്ന ഒരു ഇത്ര നാൾ കണ്ടുവരുന്ന കുറച്ചും കൂടെ ഒരു കോമഡി ഉണ്ട്, സീരിയസ് ആയിട്ടുണ്ട്. മൊത്തത്തിൽ നന്നായിട്ട് ബാക്കിയുള്ളവർ നന്നായിട്ട് തന്നെ സപ്പോർട്ട് ചെയ്ത് സിജു വിൽസണൊക്കെ നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, താങ്ക് യു. നല്ലതായിരുന്നു. നല്ല അഭിനയം. ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ ചിത്രങ്ങളിൽ നല്ല ചിത്രമാണ്. ബോറടിക്കില്ല. അതും നല്ല ഇതാണ്. കോമഡിയാണ്. പൂർണ്ണമായിട്ട് കോമഡി എന്ന് പറയാൻ പറ്റില്ല. എന്നാലും ഓക്കെ. അതെ നല്ലതായിരുന്നു. നല്ല ചിത്രം. എന്തായാലും നല്ല മേക്കാണ്. നന്നായിട്ടുണ്ട്. തീർച്ചയായിട്ടും നിൽക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ഒരു മസ്റ്റ് ഫാമിലി വാച്ച് മൂവി തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കൊള്ളാം. ഏതൊരു പ്രായക്കാർക്കും ഇഷ്ടപ്പെടും. നമ്മളെപ്പോലുള്ളവർക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല ഫ്രം ദ ബിഗിനിങ് തന്നെ പടം നമ്മളെ ഹുക്ക് ചെയ്യുന്നുണ്ട്. ആ ഒരു ഹുക്ക് പോയിന്റിൽ തന്നെ നമ്മൾ അങ്ങനെ ക്യാരി ചെയ്താൽ എന്തായാലും ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ടാകും. ടിൽ ദ എൻഡ് വരെ നമുക്ക് ആ ഒരു ഹുക്ക് പോയിന്റിൽ തന്നെ നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എനിവേ, താങ്ക് യു. ഒന്നുകൂടി പറയോ, എങ്ങനെയുണ്ടായിരുന്നു? ധ്യാൻ 2.0 എന്ന് പറഞ്ഞിട്ടാണല്ലോ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. എന്ത് ടൈപ്പ് പടമായിട്ട് തോന്നിയത്? ധ്യാൻ ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യണമെന്നാണോ? അവിടെയോ? എടാ, ഇന്നലെ പ്രിവ്യൂ കണ്ടാണ്. ഞാൻ ഇന്നലെ ആദ്യമായിട്ടാണ് പ്രിവ്യൂ കാണുമ്പോഴാണ് പടം മൊത്തത്തിൽ കാണുന്നത്. നല്ലതായിരുന്നു. നല്ല ഡീസൻറ്റ് വാച്ചാണ്. അങ്ങനെയല്ല, എല്ലാവരുടെ ആവട്ടെ. നല്ല സിനിമകളൊന്നേ തീർച്ചയായിട്ടും പ്രേക്ഷകർ തിയേറ്ററിലേക്ക് എത്തും. ഇപ്പോൾ നമ്മുടെ ഒന്നുമില്ല. എല്ലാം സിനിമകൾ ഇപ്പോൾ നമ്മളെല്ലാം ഒരേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നതല്ലേ. ഇപ്പോൾ സിനിമ നല്ലതായിട്ട് വന്നു കഴിഞ്ഞാൽ ഇൻഡസ്ട്രിയിലുള്ള എല്ലാവർക്കും തന്നെ ഗുണമാണ്. അപ്പോൾ നല്ല സിനിമകളെല്ലാം തന്നെ വിജയിക്കട്ടെ എന്നുള്ളതാണ് പറയാനുള്ളത്. പ്രേക്ഷകരെ എൻഗേജിങ് ആക്കുന്ന, അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് എൻ്റർടൈനിങ് ആകുന്ന സിനിമകൾ തീർച്ചയായിട്ടും ഒരു തിയേറ്ററിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് വിജയിപ്പിക്കാറുണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഫാക്ടേഴ്സ് വേണം. അപ്പോൾ അതിനുള്ളൊരു ക്വാളിറ്റി ഈ സിനിമയ്ക്ക് ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാ നല്ല സിനിമകളും, ക്വാളിറ്റിയുള്ള സിനിമകളും, തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ പറ്റുന്ന സിനിമകളൊക്കെ തന്നെ വിജയിക്കട്ടെ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ. എല്ലാവരും എക്സ്പീരിയൻസ് അതെ ഒരുപാട് സന്തോഷം. എല്ലാവരും പടം കാണുക. പടം കണ്ടിട്ട് ഇതിൽ അജയ് എന്ന് പറഞ്ഞ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. സോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. വീക്കെൻഡ് ബ്ലോക്ക് ബസ്റ്ററിൻ്റെ പുതിയ സിനിമാറ്റിക് യൂണിവേഴ്സിൻ്റെ ഒരു തുടക്കമായിട്ട് അതിലൊരു ഭാഗമാകാൻ സാധിച്ചതിൽ വീണ്ടും സന്തോഷം. എല്ലാവരും പടം കാണുക. സിനിമ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ധ്യാൻ 2.0 എങ്ങനെയുണ്ട്? ധ്യാൻ 2.0 അതായത് നല്ല കഥയും കിട്ടിക്കഴിഞ്ഞാൽ പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് അദ്ദേഹം തെളിയിച്ചിരിക്കുകയാണ്. അപ്പോൾ ധ്യാൻ്റെ സിനിമാ ജീവിതത്തിൽ ഏറ്റവും വേറിട്ട കഥാപാത്രവും ഏറ്റവും ചർച്ച ചെയ്യപ്പെടുന്ന കഥാപാത്രമായിട്ട് ഡിറ്റക്റ്റീവ് മാറും. നല്ല രസകരമായ സിനിമാറ്റിക്. ഇത് ധ്യാനിനെ കുറിച്ച് മാത്രമല്ല, സിനിമ മൊത്തത്തിൽ ഇതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ട് തന്നെ വളരെ മികച്ചു നിൽക്കുന്ന ഒരു സിനിമയായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ വെള്ളിയാഴ്ച നിങ്ങളുടെ ടീം തൂക്കി കഴിഞ്ഞു. സാധാരണ ധ്യാൻ ചേട്ടൻ്റെ പടം അപേക്ഷിച്ച് ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നല്ല രീതിയിൽ ഇഷ്ടപ്പെടും. അതുമാത്രമല്ല, നമ്മൾ ഇതുവരെ കണ്ട് വ്യത്യസ്തമായൊരു ധ്യാൻ ചേട്ടാണ് നമുക്കത് കാണാനുള്ളത്. ഇതുവരെ പുള്ളി ഒരു പടക്കം സ്റ്റാർ ആയിരുന്നു എല്ലാവർക്കും. ഇപ്പോൾ അതല്ല, അതിൽ നിന്ന് മറിഞ്ഞിട്ടുണ്ട്. പുള്ളി ഇടയ്ക്ക് പറയുകയും ചെയ്തു ഈ പടം വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ പുള്ളിനെ എല്ലാവരും കൂടെ തൂക്കിക്കുന്നു. അത് പുള്ളിയുടെ സ്ഥിരം ടോക്കിങ്. പക്ഷേ ഈ പടം നിങ്ങൾ എല്ലാവരും കാണണം. പടം തൂക്കി. ഓക്കെ. ഇതിലെന്തായാലും ചെറിയൊരു വേഷം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കാണുക. കുടുംബസമയം തന്നെ വന്ന് കാണുക. ഓക്കെ. ഇത്രയും വലിയൊരു പടത്തിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. ധ്യാൻ ചേട്ടൻ്റെ ഒരു വേറെ ലെവൽ സാധനമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. എല്ലാവരും സിനിമ പോയി കാണണം, അഭിപ്രായം അറിയിക്കണം, വിജയിക്കണം. താങ്ക് യു സോ മച്ച്.